നമസ്കാരം. ഭർത്താവിൻ്റെ സ്വത്ത് ഭാര്യയ്ക്ക് അവകാശപ്പെട്ടതാണ്. പക്ഷേ ഭാര്യയുടെ സ്വത്ത് ഭർത്താവിന് അവകാശപ്പെട്ടാണോ? പലപ്പോഴും ചോദിക്കുന്ന ഒരു സംശയം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. കഴിഞ്ഞ ഒരു ദിവസം എന്നെ ഒരു പ്രവാസിയായ ഒരു വ്യക്തി വിളിച്ചു. അദ്ദേഹം 19 വയസ്സുള്ള മനുഷ്യനാണ്. കുറേ കാലം പ്രവാസിയായിട്ട് ജീവിച്ചൊരു വ്യക്തിയാണ്. അദ്ദേഹം നല്ല ജോലിയായിരുന്നു, ഭാര്യയ്ക്കും ജോലിയുണ്ട്, കുഞ്ഞുങ്ങളെല്ലാം ഗൾഫിൽ തന്നെയാണ്. അദ്ദേഹം ഇങ്ങനെ റണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് വെച്ച് അദ്ദേഹത്തിൻ്റെ ജോലിക്ക് ഒരു പ്രശ്നം പറ്റിപ്പോയി. അദ്ദേഹം വേറൊരു ജോലിയിലേക്ക് കയറാൻ ശ്രമിച്ചെങ്കിലും ആദ്യം കിട്ടിയ ശമ്പളത്തിന് അത്രയൊന്നും ശമ്പളം അയാൾക്ക് രണ്ടാമത്തെ ജോലി കിട്ടിയില്ല. അതുമാത്രവുമല്ല, ഭാര്യയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ശമ്പളത്തിനേക്കാളും കുറഞ്ഞൊരു ശമ്പളമായിരുന്നു അയാൾക്ക് കിട്ടിയത്. പക്ഷേ അതുവരെ ഉണ്ടായിരുന്ന അയാളുടെ ലൈഫും അതിന് ശേഷമുള്ള ലൈഫും ഭയങ്കര വ്യത്യാസമായിരുന്നു. എന്ന് അയാളുടെ ജോലി പോയി ഭാര്യയെക്കാളും കുറഞ്ഞ ശമ്പളം കിട്ടി തുടങ്ങിയോ അപ്പോഴത്തേക്കും ഭാര്യയുടെ ആറ്റിറ്റ്യൂഡ് എല്ലാം മാറിപ്പോയി. ഭാര്യ വീട്ടിൽ പ്രശ്നങ്ങളായി. അതുവരെ എന്ത് ചിലവ് ചെയ്താലും എന്ത് ചിലവാക്കിയാലും യാതൊരുമായ ചോദ്യവും ഉണ്ടാകുന്നൊരു വീട്ടിൽ പിന്നീട് ആ മനുഷ്യൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും അതിന് ചോദ്യം ചെയ്യലായി. ഏതൊരു കാര്യം ചെയ്താലും കണക്കായി. ഈവൻ ഒരു വീട്ടിൽ ഒരു ചായ പോലും എക്സ്ട്രാ കുടിച്ചാൽ പോലും അതിന് കണക്ക് ചോദിക്കുന്ന ലെവലിലേക്ക് എത്തി എന്ന് അദ്ദേഹം തമാശനോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത്, അദ്ദേഹം പറഞ്ഞൊരു കേസ് പറഞ്ഞാൽ അതിനു മുമ്പ് ഇടയ്ക്കൊക്കെ അദ്ദേഹം കിട്ടുന്ന പൈസയൊക്കെ ഫിക്സഡ് ചെയ്യും. അപ്പോൾ ഫിക്സഡ് ചെയ്യുമ്പോൾ ഫിക്സഡിൻ്റെ ഡെപ്പോസിറ്റ് ഫിക്സ് ചെയ്യുന്നതിനകത്ത് ഭാര്യയായിരിക്കും പലപ്പോഴും നോമിനി ഭാര്യയാണ് നോമിനി. എന്നാൽ ഭാര്യ ഏൺ ചെയ്യാൻ തുടങ്ങി, ഭാര്യയുടെ കാശ് കൂടുതൽ വന്ന സമയത്ത് എന്തൊക്കെ പൈസ ഫിക്സ് ചെയ്തിട്ടുണ്ടോ അതൊരിക്കൽ പോലും ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഫിക്സ് ചെയ്തില്ല. ഇദ്ദേഹത്തിന് ആ സ്ത്രീയുടെ ഭർത്താവിൻ്റെ അമ്മയുടെയോ അച്ഛൻ്റെ പേരോ കുഞ്ഞുങ്ങളുടെ പേരായിരിക്കും. ഭർത്താവിൻ്റെ പേര് ഒരിക്കൽ പോലും നോമിനിയായിട്ട് വെക്കാൻ തുടങ്ങാതായി. അപ്പോൾ അദ്ദേഹം ഇതിനെപ്പറ്റി ചോദ്യം ചെയ്തപ്പോൾ അവർ തമ്മിൽ വഴക്കായി. കുറച്ച് കഴിയുമ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്നോട് നിന്നാൽ മതി, നിങ്ങൾ എവിടെ വെച്ച് ഇറങ്ങിപ്പോയിക്കോളാൻ പറഞ്ഞു. ആ മനുഷ്യൻ വളരെ വിഷമത്തോടെ മക്കൾ കൂടെ വരുമെന്ന് കരുതി, പക്ഷെ മക്കളും കൂടെ വന്നില്ല. അയാൾ പറഞ്ഞു, മക്കളെ കുറ്റം വേണ്ട കാര്യമില്ല, കാരണം എന്നോട് വന്നു കഴിഞ്ഞാൽ സാമ്പത്തികം വളരെ കുറവാണെന്ന് അവർക്ക് അറിയാം. അമ്മയോട് നിൽക്കുന്നതായിരിക്കും ഒരു പക്ഷേ മക്കൾക്ക് സംരക്ഷണം കിട്ടുന്നതെന്ന് കരുതി കാണും. അയാളോട് വന്നില്ല. ഈ മനുഷ്യന് മദ്യപിക്കാറില്ല, സിഗരറ്റ് വലിക്കാറില്ല, യാതൊരുമായ ദുശീലങ്ങളുമില്ല, ഒന്നുമില്ല. ആകെ ആ മനുഷ്യൻ നഷ്ടപ്പെട്ടു പോയത് കിട്ടിക്കൊണ്ടിരുന്ന ഒരു വരുമാനമാണ്. ചില ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡിൻ്റെ വിഷയമാണ്. എല്ലാ സ്ത്രീകളും ഇങ്ങനെയാണെന്നില്ല ഞാൻ പറയുന്നത്. എങ്കിലും നമ്മൾ ചിന്തിച്ചു നോക്കണം, ഭർത്താവിൻ്റെ അവകാശം എപ്പോഴും ഭാര്യയ്ക്ക് തന്നെയാണ്. ഭാര്യയുടെ അവകാശം ഭർത്താവിനാകുമോ ഭർത്താവിന് കിട്ടുമോ എന്നുള്ളത് ഉള്ള സംശയമാണ്. ഓരോ വ്യക്തികളുടെ ആറ്റിറ്റ്യൂഡ് പോലിരിക്കും. താങ്ക് യു.